ഇത് ഓൺ ആയതുകൊണ്ടാണ് നിങ്ങളുടെ ഷോർട്സ് ഫ്രീസ് ആകുന്നത്. കാരണം ഷോർട്സിന് 7 ചെക്ക് പോയിന്റ് ഉണ്ട്. 0 തൊട്ട് 100 വരെ കിട്ടുന്നത് 0.1. ഇനി 100 തൊട്ട് 1000 വ്യൂസ് വരെ ഉള്ളത് 0.2. 1000 വ്യൂസ് തൊട്ട് 5000 വ്യൂസ് വരെ ഉള്ളത് 0.3 എന്ന് തുടങ്ങി 0.4, 0.5, 0.6 എന്ന് വന്ന് 0.7 ലക്ഷക്കണക്കിന് വ്യൂസ് കിട്ടിയ ഷോർട്സ് വൈറലാകും. ഇനി ഇതിനെ ഓഫ് ആക്കാൻ നിങ്ങൾ പഠിച്ചാൽ ആ ഷോർട്സ് അൺഫ്രീസ് ആയി നേരിട്ട് 0.6 അതായത് എൻ്റെ ഈ ഷോർട്സിന് 5K വ്യൂസേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഞാൻ ഈ ചെക്ക് പോയിന്റ് മാറ്റാൻ പഠിച്ചപ്പോൾ അതിൻ്റെ വ്യൂസ് 50K ആയി. അതുകൊണ്ട് തന്നെ ചെക്ക് പോയിന്റ് വെച്ച് നിങ്ങളുടെ ഷോർട്സിനെ എങ്ങനെ അൺഫ്രീസ് ചെയ്യാമെന്നതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. സോ നിങ്ങൾക്ക് ചെക്ക് പോയിന്റ് എന്താണെന്ന് അറിഞ്ഞാൽ മാത്രം മതിയെങ്കിൽ വീഡിയോയുടെ ഈ ഭാഗം തൊട്ട് കണ്ടാൽ മതി. എന്നാൽ അത് വെച്ച് എങ്ങനെ ഷോർട്സ് അൺഫ്രീസ് ചെയ്യാമെന്നറിയണേ എൻ്റെ കൂടി ഈ വീഡിയോ ഫുള്ള് കാണണം. പലരും പറയും നിങ്ങൾ കൺസിസ്റ്റന്റ് അല്ലാത്തതുകൊണ്ടാണ് ഫ്രീസ് ആകുന്നത്, ടാഗ് ശരിയാക്കാത്തതുകൊണ്ടാണ് ഫ്രീസ് ആകുന്നത്, കറക്റ്റ് ടൈമിൽ ഷോർട്സ് ഇടാത്തതുകൊണ്ടാണ് ഫ്രീസ് ആകുന്നതെന്ന് തുടങ്ങി ഒരുപാട് കാരണങ്ങൾ പറയും. എന്നാൽ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ശരിക്കും എന്തുകൊണ്ടാണ് ഫ്രീസ് ആകുന്നതെന്ന്? എങ്കിൽ അത് ഞാൻ പറയാം. അതും സബ്സ്ക്രൈബേഴ്സ് കുറവുള്ള ഒരു ചാനൽ കാണിച്ച് മനസ്സിലാവുന്ന പോലെ പറയാം. ഞാൻ ഈ ചാനലിൽ ഒരു ഷോർട്സ് ഇട്ടാൽ അതിനാദ്യം കിട്ടുന്ന 100 പേര് ടെസ്റ്റ് വ്യൂവേഴ്സാണ്. അതായത് പല ടോപ്പിക്കിൽ ഇൻട്രസ്റ്റ് ഉള്ള ഓഡിയൻസിന് എൻ്റെ ഷോർട്സ് കാണിച്ച് അവരിൽ ആരൊക്കെ ആ ഷോർട്സ് കാണുന്നതെന്ന് നോക്കും. ശേഷം കൂടുതൽ കാണുന്ന ഓഡിയൻസ് ഏതാണോ അവർക്ക് സിമിലർ ആയ വ്യൂവേഴ്സിന് എൻ്റെ ഷോർട്സ് റെക്കമെൻഡ് ചെയ്യും. ഇതാണ് ചെക്ക് പോയിന്റ് 1. ഇവിടെ ഓഡിയൻസ് റിട്ടൻഷൻ, വ്യൂഡ് സ്വൈപ്ഡ് റേഷ്യോ, വാച്ച് ടൈം എന്നിവ നോക്കത്തില്ല. അതൊന്നും തന്നെ നോക്കാതാണ് 0 നിന്ന് 100 വരെ ഇംപ്രഷൻ കൊടുക്കുന്നത്. ഇതെന്തിനാന്ന് വെച്ചാൽ ആ ഷോർട്സിൻ്റെ ടാർഗറ്റ് ഓഡിയൻസ് ഏതാണെന്ന് കണ്ടെത്താൻ വേണ്ടിയാണ്. എന്നാൽ പോയിന്റ് 1 നിന്ന് പോയിന്റ് 2 പോകുമ്പം സ്വൈപ്പ് റേറ്റിനെ കൗണ്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോഴും ബാക്കി 2 നോക്കത്തില്ല. അതായത് 100 നിന്ന് 1000 വരുമ്പം വ്യൂഡ് സ്വൈപ്ഡ് റേഷ്യോ കൂടി നിൽക്കണം, എങ്കിലേ 1000 വ്യൂസിലെത്തും. ഇനി 1000 എത്തുന്നതിന് മുമ്പ് ഈ സാധനം കുറഞ്ഞാൽ എന്ത് പറ്റും? 100 നിന്ന് 1000 പോകുമ്പം ഈ സാധനം കുറഞ്ഞാൽ ആ ഷോർട്സ് പിന്നെ ചെക്ക് പോയിന്റ് 2 അതായത് ഇത് കുറയുമ്പോൾ നിങ്ങൾക്ക് എത്ര വ്യൂസ് ഉണ്ടോ അത്രയും മാത്രമേ നിങ്ങൾക്ക് തൽക്കാലം കിട്ടൂ. ഫോർ എക്സാമ്പിൾ, ഈ ഷോർട്സിന് 410 വ്യൂസ് ആയപ്പം ഇത് കുറയാൻ തുടങ്ങി. അങ്ങനെ 530 വ്യൂസ് ആയപ്പം ഇത് കുറയുകയും ചെയ്തു. ഇങ്ങനെ വരുമ്പം അത് 530 വ്യൂസിലെത്തി കുറേ നാൾ അതേപോലെ തന്നെ നടക്കും. എന്നാൽ ഇവിടെ ഇത് കുറഞ്ഞില്ലായിരുന്നേ നിങ്ങൾ പെട്ടെന്ന് ചെക്ക് പോയിന്റ് 2 അതായത് സ്വൈപ്പ് റേറ്റ് കുറഞ്ഞില്ലായിരുന്നേ നിങ്ങൾക്ക് 1000 വ്യൂസ് ഈസി ആയിട്ട് കിട്ടിയാനെ. ഇതാണ് കുറഞ്ഞാൽ നടക്കുന്ന കാര്യം. ഇനി പോയിന്റ് 2 കഴിയുമ്പം സ്വൈപ്പ് റേറ്റിൻ്റെ കൂടെ ഒരു സാധനം കൂടി കൗണ്ട് ചെയ്യാൻ തുടങ്ങും. അതാണ് ഓഡിയൻസ് റിട്ടൻഷൻ. എന്ന് വെച്ചാൽ 1000 വ്യൂസിൽ നിന്ന് 5000 വ്യൂസിലേക്ക് പോകുമ്പം ഇത് രണ്ടും കുറയാൻ പാടില്ല. ആദ്യം വ്യൂഡ് സ്വൈപ്ഡ് റേഷ്യോ മാത്രം മതിയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഓഡിയൻസ് റിട്ടൻഷനും സ്വൈപ്പ് റേറ്റ് ഒന്നിച്ച് വേണം. ഇനി പോയിന്റ് 3 പോകുമ്പം ഇതിലേതേലും കുറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറയുന്നത് എവിടെ വെച്ചാണോ അവിടെ വെച്ച് ആ വ്യൂസ് തൽക്കാലം നിൽക്കും. അതാണ് പലരുടെയും ഷോർട്സ് ഈ ഒരു വ്യൂസിൻ്റെ അകത്ത് നിൽക്കുന്നത്. ഇനി പോയിന്റ് 3 പോയിന്റ് 4 പോകാൻ നേരം വീണ്ടും ഒരു കാര്യം കൂടി പുതുതായിട്ട് കൗണ്ട് ചെയ്യും. അതാണ് വാച്ച് ടൈം. സംഭവം ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് 5K നിന്ന് 10K വ്യൂസ് കൂടണേ, ഓഡിയൻസ് റിട്ടൻഷനും സ്വൈപ്പ് റേറ്റും കൂട്ടുന്ന പോലെ തന്നെ വാച്ച് ടൈമും കൂടണം. ഇല്ലെങ്കിൽ അത് എവിടെ വെച്ചാണോ നിൽക്കുന്നത് അവിടെ വെച്ച് വ്യൂസ് തൽക്കാലം നിൽക്കും. പക്ഷെ ഇങ്ങനെ വ്യൂസ് നിൽക്കുന്നത് താൽക്കാലികമാണ്. ഈ തൽക്കാലം നിൽക്കും എന്ന് പറയുന്നത് എന്തുവാ? തൽക്കാലം വ്യൂസ് നിൽക്കും എന്ന് പറയാനുള്ള കാരണം ഇത് യൂട്യൂബ് അൽഗോരിതത്തിന്റെ ഭാഗമായോണ്ടാണ്. അതായത് ഇങ്ങനെ വ്യൂസ് നിർത്തുന്നത് നല്ല ഷോർട്സ് ഏതാണെന്ന് കണ്ടെത്താൻ വേണ്ടി യൂട്യൂബ് നടത്തുന്ന ഒരു പ്രോസസ്സ് മാത്രമാണ്. ഫോർ എക്സാമ്പിൾ, ഈ ഷോർട്സിന് 5700 വ്യൂസ് ആയപ്പം ഇത് കുറയുകയും അങ്ങനെ വ്യൂസ് നിൽക്കുകയും ചെയ്തു. ഇവിടെ ഇത് കുറഞ്ഞോണ്ടാണ് പിന്നീട് വ്യൂസ് കിട്ടാത്തത്. അതിൻ്റെ അത് കുറയാൻ കാരണം അത് കാണിച്ച ഓഡിയൻസ് അത് കാണാതെ പോയതാണ്. സോ വീണ്ടും ഇതൊക്കെ കൂടണേ, ആ ഷോർട്സ് കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അത് കാണിക്കണം. ഇതിനുവേണ്ടി യൂട്യൂബ് ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. ഇതുപോലുള്ള ഷോർട്സിനൊക്കെ ഡെയിലി 5 മുതൽ 20 വരെ ഇംപ്രഷൻ കൊടുക്കും. അതും വേറെ ടോപ്പിക്കിലെ ഡിഫറെൻറ്റ് ഓഡിയൻസിൽ ഈ വീഡിയോ വീണ്ടും ടെസ്റ്റ് ചെയ്ത് അവരാണോ ഈ ഷോർട്സിൻ്റെ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് നോക്കും. എന്നാൽ ഇത്തവണ അത് ടെസ്റ്റ് ചെയ്യുന്നത് വളരെ പതുക്കെയായിരിക്കും എന്ന് മാത്രം. ഇനി ആ ഷോർട്സിൻ്റെ ടാർഗറ്റ് ഓഡിയൻസിനെ ഒരു തവണ കിട്ടിയ ആ ഷോർട്സ് 5700 നിന്ന് 10,000 പെട്ടെന്ന് എത്തും. ആൻഡ് ഇത് യൂട്യൂബ് ഈ ഷോർട്സിന് കൊടുക്കുന്ന ഒരു സെക്കൻഡ് ചാൻസ് ആണ്. ഇതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ എൻ്റെ ഈ ഷോർട്സ് ആണ്. ഞാൻ ഈ ഷോർട്സ് ഇട്ടത് 2023 നവംബർ 4 ഇട്ട് 5 മാസം കൊണ്ട് ഇതിന് കിട്ടിയത് 5K വ്യൂസുമാണ്. എന്നാൽ ഞാൻ ഈ വീഡിയോസ് ഇട്ടപ്പം അവർക്ക് ഈ ഷോർട്സിനെ എക്സാമ്പിളായി കാണിച്ച് നടന്ന കാര്യം പറഞ്ഞു. അതായത് ഇപ്പോൾ ഈ പറയുന്നില്ലേ അതേപോലെ പറഞ്ഞ്. എന്നാൽ ഞാൻ പ്രതീക്ഷിക്കാതെ നടന്നൊരു കാര്യം അവരിൽ 70ഓളം പേര് ആ ഷോർട്സ് എടുത്ത് വെച്ച് കണ്ടതാണ്. ആൻഡ് ഇങ്ങനെ അവർ കണ്ടപ്പം യൂട്യൂബിന് ഈ ഷോർട്സ് ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസ് ഏതാണെന്ന് മനസ്സിലായി. അങ്ങനെ എൻ്റെ ടാർഗറ്റ് ഓഡിയൻസിനെ കിട്ടിയപ്പോൾ 5K കിടന്ന ഈ ഷോർട്സ് നേരിട്ട് 50K വ്യൂസിലെത്തി. ഈ ഏണിയും പാമ്പും കളിയിൽ 3 കിടന്ന് എനിക്ക് 99 പോകാൻ വേണ്ടി ഏണി കിട്ടിയ പോലെ തോന്നി. ഇവിടെ 3 ഞാൻ പറഞ്ഞത് 5K വ്യൂസും ഏണി എന്നത് ഈ ലോങ് വീഡിയോസും 99 എന്നത് 50K വ്യൂസുമാണ്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒന്നേ ഉള്ളൂ. അതായത് ഞാൻ ഈ ഷോർട്സിനെ ഈ വീഡിയോസിലൊക്കെ കാണിച്ചത് കൊണ്ടല്ല ഇത് വൈറലായ. നേരെ മറിച്ച് 10-30 യൂട്യൂബേഴ്സ് ഈ ഷോർട്സ് കണ്ടപ്പം
യൂട്യൂബ് അവർക്ക് സിമിലറായ ഓഡിയൻസിന് ഇത് കാണിച്ചു നോക്കി. അതായത് യൂട്യൂബ് ടിപ്സ് കാണുന്നവർക്ക് ഇത് കാണിച്ച് അവരിത് കാണുന്നുണ്ടോ എന്ന് നോക്കി. ആൻഡ് അവരത് കാണുകയും ചെയ്തു. എന്നിട്ട് സമയം കഴിയും തോറും ഇതിൻ്റെ വ്യൂസ് കൂടുന്ന സ്പീഡും കൂടി. ഇപ്പോൾ ഇതിനാഴ്ചയെ 3K മുതൽ 4K വരെ വ്യൂസ് കൂടാറുണ്ട്. ഇനി കുറച്ച് നാളോട് കഴിയുമ്പം ഇത് 100K അടിച്ചെന്നും വരാം. ആൻഡ് ഇതാണ് യൂട്യൂബ് തരുന്ന സെക്കൻഡ് ചാൻസ്. ഇവിടെ നിന്നാണ് എനിക്ക് നിങ്ങളിപ്പോൾ ഈ കാണുന്ന വീഡിയോയുടെ ഐഡിയ കിട്ടുന്നത്. അതായത് ഇതൊക്കെ കുറയുമ്പം അവർ തന്നെ ആ ഷോർട്സിനെ ഒരു കുഴിയിലോട്ട് തള്ളിയിട്ടിട്ട് നോക്കും അവിടുന്ന് തനിയെ കയറി വരാൻ ഈ ഷോർട്സിന് കഴിവുണ്ടോ എന്ന്. ആൻഡ് ആ ഷോർട്സ് ഒന്ന് കയറി തുടങ്ങിയാൽ പിന്നെ അതിൻ്റെ വ്യൂസ് പിടിച്ചാൽ നിൽക്കില്ല. സോ ഞാൻ പറഞ്ഞു 5Kയിൽ നിന്ന് 10Kയിൽ എത്തണേ ഓഡിയൻസ് റിട്ടൻഷനും സ്വൈപ്പ് റേറ്റും വാച്ച് ടൈമും ഒക്കെ കൂട്ടണമെന്ന്. എന്നാൽ അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. കാരണം നിങ്ങൾക്ക് 0 മുതൽ 10K വരെ എത്താൻ ഇത് 3 കൂട്ടിയാൽ മതി. എന്നാൽ ഈ 10Kയിൽ നിന്ന് 50K വരെ എത്തണേ നിങ്ങൾക്ക് ലൈക്കും ഷെയറും കമൻറ്റും പിന്നെ ഇട്ട ഷോർട്സിൽ നിന്ന് കിട്ടിയ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണവും ചേർത്ത് കൂട്ടണം. അല്ലാത്ത പക്ഷം ഓഡിയൻസ് റിട്ടൻഷനും സ്വൈപ്പ് റേറ്റും വാച്ച് ടൈമും എത്ര കൂടിയാലും നിങ്ങൾക്ക് 10K മുതൽ 15K വരെ അല്ലാതെ ഇതിൽ കൂടുതൽ വ്യൂസ് കിട്ടില്ല. ഫോർ എക്സാമ്പിൾ 10K വെച്ച് വ്യൂസ് ഉള്ള 2 ഷോർട്സ് ഉണ്ട്. അതിൽ ആദ്യത്തതി ഓഡിയൻസ് റിട്ടൻഷൻ 110%, വ്യൂവിഡ് റേഷ്യോ 89%, വാച്ച് ടൈം 70 ഉണ്ട്. എന്നാൽ ലൈക്ക് 77, കമൻറ്റ് 0, ഷെയർ സബും 1. ഇനി രണ്ടാമത്തെ ഷോർട്സ് 10K വ്യൂസ് ഉള്ളപ്പം ഓഡിയൻസ് റിട്ടൻഷൻ 82%, വ്യൂവിഡ് റേഷ്യോ 76%, വാച്ച് ടൈം 36 ഉള്ളു. എന്നാൽ ലൈക്ക് 900, കമൻറ്റ് 36, ഷെയർ 15, കിട്ടിയ സബ്സ്ക്രൈബേഴ്സ് 30 ഉണ്ട്. ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നാൽ ഉറപ്പായി യൂട്യൂബ് അൽഗോരിതം രണ്ടാമത്തെ ഷോർട്സിന് വീണ്ടും വ്യൂസ് കൊടുക്കും. കാരണം യൂട്യൂബ് അൽഗോരിതത്തിന്റെ പണി ആളുകളെ യൂട്യൂബിൽ പിടിച്ചേർത്തുന്ന ഷോർട്സ് കൂടുതൽ ഓഡിയൻസിലേക്ക് എത്തിക്കുക എന്നതാണ്. എന്നാൽ യൂട്യൂബ് അൽഗോരിതം ഒരു മനുഷ്യനല്ല. അതുകൊണ്ട് തന്നെ ഒരു ഷോർട്സിന് ഇനി വ്യൂസ് കൊടുക്കുന്നെങ്കിൽ എത്ര വ്യൂസ് കൊടുക്കണം എന്നെല്ലാം തീരുമാനിക്കുന്നത് യൂട്യൂബിലെ ഈ ബട്ടൺസ് ആണ്. ആൻഡ് ഈ ബട്ടൺസ് ഈ വ്യൂവേഴ്സ് തൊടുമ്പം യൂട്യൂബ് അൽഗോരിതത്തിന് മനസ്സിലാവും ഓഡിയൻസിന് റെസ്പോണ്ട് ചെയ്യാനുള്ള എന്തൊക്കെയോ ഈ ഷോർട്സിൽ ഉണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ഇതിനെയും കുറച്ച് പേർ കൂടി കാണിച്ചാൽ അതവർക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് എന്ന് കരുതി അതിനെ കൂടുതൽ റെക്കമെൻഡ് ചെയ്ത് വൈറലാക്കും. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് വിശ്വാസം വരുന്നില്ലെങ്കിൽ ഏതേലും വൈറൽ വീഡിയോസ് എടുത്ത് വെച്ച് നോക്കുക. അതിൽ ഇതൊക്കെ കണ്ടില്ലേലും ബാക്കിയെല്ലാം കാണാൻ പറ്റും. ശരിക്കും ഈ ചെക്ക് പോയിന്റ് എന്ന് വെച്ചാൽ എന്തുവാ? നോക്ക്, നിങ്ങളിടുന്ന ഷോർട്സിന് അതിന്റെ പെർഫോമൻസ് അനുസരിച്ച് വ്യൂസ് കൊടുക്കാൻ വേണ്ടി യൂട്യൂബ് അൽഗോരിതം ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ചെക്ക് പോയിന്റ്. മനസ്സിലായില്ലല്ലേ? എനിക്ക് മനസ്സിലാവുന്ന പോലെ പറയാം. നിങ്ങൾക്ക് കിട്ടുന്ന ആദ്യത്തെ 100 ഇംപ്രഷൻ നിങ്ങളുടെ ഷോർട്സ് ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസ് ഏതാണെന്ന് അറിയാൻ വേണ്ടിയാണ്. ഇനി 100-ൽ നിന്ന് 1000-ലേക്ക് പോകുമ്പോൾ തൊട്ട് വ്യൂഡ് സ്വൈപ്പിഡ് റേഷ്യോ കണക്കിലെടുത്തോണ്ടായിരിക്കും നിങ്ങൾക്ക് വ്യൂസ് തരുന്നത്. അതായത് ഇനി ഇത് കൂടിയാലേ വ്യൂസ് തരൂ എന്നൊരു രീതി സ്റ്റാർട്ടാകും. ഇനി 1000 വ്യൂസിൽ എത്തിക്കഴിയുമ്പം ഓഡിയൻസ് റിട്ടൻഷൻ കൗണ്ട് ചെയ്യാൻ തുടങ്ങും. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇനി വ്യൂസ് വേണേ ഇത് രണ്ടും കൂട്ടണം എന്നൊരു രീതി സ്റ്റാർട്ടാകും. അതുകൊണ്ട് തന്നെ 1Kയിൽ നിന്ന് 5Kയിലേക്ക് എത്തണേ നിങ്ങൾ ഇത് രണ്ടും കൂട്ടണം. പക്ഷേ 5Kയിൽ എത്തുമ്പോൾ യൂട്യൂബ് വീണ്ടും ഒരു നിയമം കൂടി ഇറക്കും. നിങ്ങൾക്ക് 5Kയിൽ നിന്ന് 10Kയിലേക്ക് വ്യൂസ് എത്തിക്കണേ വാച്ച് ടൈം കൂടി ഇതിൻ്റെയൊക്കെ കൂടെ കൂട്ടണമെന്ന്. അങ്ങനെ കഷ്ടപ്പെട്ട് 10Kയിൽ എത്തുമ്പം അവർ ആ സത്യം പുറത്തു പറയും. അതായത് നിങ്ങൾക്ക് 0 തൊട്ട് 10K വ്യൂസ് വരെ എത്താൻ ഇത്രയും മാത്രം കൂടിയാൽ മതി. എന്നാൽ 10Kയിൽ കൂടുതൽ വ്യൂസ് വേണേ ലൈക്കും ഷെയറും കമൻറ്റും പിന്നെ കിട്ടുന്ന സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണവും കൂട്ടണം. എന്ന് വെച്ചാൽ കാണുന്ന വ്യൂവേഴ്സിനെ കൊണ്ട് റെസ്പോണ്ട് ചെയ്യിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് 10K വ്യൂസിൽ നിന്ന് 50K വ്യൂസിലേക്ക് പോകാൻ പറ്റൂ. ഇനി 50Kയിൽ എത്തിയിട്ടും ഇതൊക്കെ ഇതേപോലെ കൂടി നിന്നാൽ ആ ഷോർട്സിൻ്റെ വ്യൂസ് ലക്ഷക്കണക്കിനായി അത് വൈറലാകും. ചെക്ക് പോയിന്റിനെ എക്സ്പ്ലെയിൻ ചെയ്താൽ ഇങ്ങനെ ഇരിക്കും. ഇനി ഇതിനെ ചുരുക്കി പറഞ്ഞാൽ ഇതിൽ 7 ചെക്ക് പോയിന്റിലും 7 ഫീച്ചേഴ്സ് ഉണ്ട്. ആൻഡ് ഇതിലെ 7 എണ്ണത്തിൽ 7 എണ്ണവും നിങ്ങളുടെ ഷോർട്സിന് കൂടുതലാണേ അതിന് 50Kക്ക് പുറത്ത് വ്യൂസ് കിട്ടും. ഇനി 7-ൽ 6 കൂടുതലുള്ള 25Kയിൽ കൂടുതൽ വ്യൂസ് കിട്ടും. 7 എണ്ണത്തിൽ 4 എണ്ണം കൂടുതലുള്ള 10Kയിൽ കൂടുതൽ വ്യൂസ് കിട്ടും. 7-ൽ 3 എണ്ണം കൂടുതലുള്ള ഷോർട്സിന് 5Kക്ക് പുറത്ത് വ്യൂസ് കിട്ടും. 7-ൽ 2 എണ്ണം കൂട്ടിയ 1Kക്ക് കൂടുതൽ വ്യൂസ് കിട്ടും. 7 എണ്ണത്തിൽ 1 എണ്ണം മാത്രമാണ് നിങ്ങൾക്ക് കൂടുതലെങ്കിൽ അതിന് 100-ൽ കൂടുതൽ വ്യൂസ് കിട്ടും. ഇനി 7 എണ്ണത്തിൽ ഒന്നും തന്നെ കൂടുന്നില്ലേ നിങ്ങൾക്ക് 0-ൽ കൂടുതൽ വ്യൂസ് കിട്ടും. അതായത് ഈ 10, 20, 50, 70 ഒക്കെ കിട്ടും. ആൻഡ് ഇതാണ് ദി റിയൽ ചെക്ക് പോയിന്റ് അഥവാ യൂട്യൂബ് ഷോർട്സ് അൽഗോരിതം. ഒന്നുകൂടി പറയാം, യൂട്യൂബ് ഷോർട്സ് അൽഗോരിതം. ഇത് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ എല്ലാ ഷോർട്സിൻ്റെയും ഡേറ്റാസ് വെച്ചാണ്. ആൻഡ് ഇത്രയും അനലിറ്റിക്സിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ സിപ്പ് ഫയലാക്കി ഡ്രൈവിൽ ഇട്ടിട്ടുണ്ട്. സോ ഞാൻ ഈ പറഞ്ഞത് വിശ്വാസം വരാത്തവർക്ക് ആ ലിങ്കിൽ തൊട്ട് സ്ക്രീൻഷോട്ട്സ് കാണാവുന്നതാണ്. ഇനി ഷോർട്സ് ഫ്രീസ് ആകുന്നതിനെ കുറിച്ച് പറയാം. സംഭവം സിമ്പിളാണ്. ഷോർട്സ് ഫ്രീസ് എന്നൊരു കാര്യം തന്നെ യൂട്യൂബിൽ ഇല്ല. അതായത് യൂട്യൂബ് ആരുടെ ഷോർട്സോ ചാനലോ ഫ്രീസ് ആക്കി വെക്കാറില്ല. ഇത് ചില യൂട്യൂബേഴ്സ് വ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഈ പറഞ്ഞ പ്രോസസ് ഇല്ലേ അതിനെ വിളിക്കുന്ന പേര് മാത്രമാണ്. അതായത് ഇതൊക്കെ കുറയുമ്പം ഷോർട്സിന്റെ വ്യൂസ് തൽക്കാലം നിൽക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിനെ അവർ ഫ്രീസ് ആക്കിയതാന്ന് പറഞ്ഞ് പൈസ ഉണ്ടാക്കാൻ നോക്കുന്നതാണ്.
റെസ്പോൺസ് ഇല്ലാത്ത ഷോർട്സിന് വ്യൂസ് കിട്ടുന്ന സ്പീഡ് യൂട്യൂബ് 10 ഇരട്ടി കുറയ്ക്കുമെന്നത് സത്യമാണ്. എന്നാൽ അങ്ങനെ ചെയ്യുന്നത് നല്ല ഷോർട്സ് ഏതാണെന്ന് കണ്ടെത്തി അതിൻ്റെ ടാർഗറ്റ് ഓഡിയൻസിനെ അത് കാണിക്കാൻ വേണ്ടിയാണ്. ഈ പ്രോസസ്സിനെയാണ് അവർ ഷോർട്സ് ഫ്രീസ് എന്ന് വിളിക്കുന്നത്. എടാ ഇത് തെറ്റെന്തുവാ? ആളുകൾക്ക് മനസ്സിലാൻ വേണ്ടിയല്ലേ അവരങ്ങനെ പറയുന്നത്? ഒരിക്കലും അല്ല, അവരങ്ങനെ വിളിക്കുന്നതല്ല പ്രശ്നം. നേരെ മറിച്ച് പ്രശ്നം എന്തെന്നാ, ഇവിടെ ശരിക്കും എന്തുവാ നടക്കുന്നതെന്ന് മനസ്സിലാക്കാതെ തോന്നിയ കാര്യങ്ങൾ സൊല്യൂഷൻ പറയുന്നതാണ്. അതായത് അവർ പറയും, നീ ഡെയിലി ഷോർട്സ് ഇടാത്തോണ്ടാ ഫ്രീസായേ, നീ റീ അപ്ലോഡ് ചെയ്യുന്നോണ്ടാ ഫ്രീസായേ, ചാനലിൽ കൺസിസ്റ്റന്റ് അല്ലാത്തോണ്ടാ ഫ്രീസായേ, ട്രെൻഡിങ് ടോപ്പിക്ക് വീഡിയോ ഇട്ടാലേ അൺഫ്രീസ് ആകൂ, കൂട്ടുകാർക്ക് അയച്ചു കൊടുത്ത് ഫുള്ള് കാണാൻ പറ, ഫ്രീസ് മാറും, സെർച്ച് ചെയ്ത് ഫുള്ള് കാണ്, ഫ്രീസ് മാറും, റീമിക്സ് ചെയ്യ്, ഫ്രീസ് മാറും എന്നൊക്കെ പോലുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞു ആളുകൾക്ക് തെറ്റായ ഇൻഫർമേഷൻ കൊടുക്കുവാണ്. സത്യത്തിൽ ഇവർ ഈ പറഞ്ഞതൊന്നും കാരണമല്ല നിങ്ങൾക്ക് അവിടെ വ്യൂസ് നിൽക്കുന്നത്. യൂട്യൂബ് അതിൻ്റെ ഓഡിയൻസിനെ കണ്ടെത്തുന്നതുകൊണ്ടാണ് അവിടെ നിങ്ങൾക്ക് വ്യൂസ് നിൽക്കുന്നത്. അതായത് യൂട്യൂബ് തന്നെ ഒരു ഷോർട്സിനെ കുഴി തള്ളിയിട്ട് അതിന് തനിയെ കയറി വരാനുള്ള കഴിവുണ്ടോ എന്ന് നോക്കൂ. കാരണം ഞാൻ പറഞ്ഞല്ലോ, എല്ലാ ഷോർട്സും ആളുകളിലേക്ക് എത്തിക്കുക എന്നതല്ല അതിൻ്റെ പണി. മറിച്ച് ആളുകളെ യൂട്യൂബിൽ പിടിച്ചു നിർത്തുന്ന ഷോർട്സിനെ അവർക്ക് മുന്നിൽ എത്തിക്കുക എന്നതാണ്. അതിനുവേണ്ടിയാണ് യൂട്യൂബ് ഇത് ചെയ്യുന്നത്. ആൻഡ് ഇനിയും അതിങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കും. ശരിയെങ്കിൽ ഇങ്ങനെ വ്യൂസ് പതുക്കെ കിട്ടുന്നതിന് സൊല്യൂഷൻ ഇല്ലേന്ന് ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇങ്ങനെ പതുക്കെ വ്യൂസ് കിട്ടുന്നത് ഒരു പ്രശ്നമല്ല, നേരെ മറിച്ച് ഇതൊരു ടെസ്റ്റ് ആണ് എന്നതാണ്. ശരി, എല്ലാം സമ്മതിച്ചെന്ന് തന്നെ ഇരിക്കട്ടെ. ഫ്രീസ് എന്നൊന്നില്ലേ, പിന്നെ എന്തിനാ നീ ഫ്രീസ് ആയത് അൺഫ്രീസ് ചെയ്യാന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടെ? നോക്ക്, ഞാൻ ആദ്യമേ ഷോർട്സ് ഫ്രീസ് എന്ന് പറയുന്ന ഒരു സംഭവമേ യൂട്യൂബിൽ ഇല്ല. ഇതാണ് യൂട്യൂബ് അൽഗോരിതം എന്ന് പറഞ്ഞ് തുടങ്ങിയായിരുന്നേ നിങ്ങൾ ഈ 90% പേരും ഞാൻ ഇപ്പോൾ ഈ പറയുന്നത് കേൾക്കത്തില്ലായിരുന്നു, നിർത്തിപ്പോയാനെ. എന്നാൽ ഞാൻ ആദ്യമേ ഫ്രീസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യം കത്തും എന്നെനിക്ക് തോന്നി, അതുകൊണ്ടാണ് ചെയ്തത്. സംഭവം സിമ്പിളാ. അവർ ഈ ഒരു പ്രോസസ്സിനെ ഫ്രീസ് എന്ന് പറഞ്ഞ് പൊട്ടൻ ട്രിക്സ് പറയുന്നു, എന്നാൽ ഞാൻ ഈ ഒരു പ്രോസസ്സിനെ ചെക്ക് പോയിന്റ് എന്ന് പറഞ്ഞ് എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു. ഞാൻ ഈ വീഡിയോ കൊണ്ട് പറയാൻ ഉദ്ദേശിച്ചത് 2 കാര്യങ്ങളാണ്. ഒന്ന്, 2024 പുതിയ ഷോർട്സ് അൽഗോരിതം ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു. ഇനി 2, ഷോർട്സ് ഫ്രീസ് എന്ന് പറയുന്ന ഒരു സംഭവമേ യൂട്യൂബിൽ ഇല്ല, അവരിത് വ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു പേര് മാത്രമാണ്. ഈ വീഡിയോ ചുരുക്കി പറഞ്ഞാൽ ഈ 7 സാധനങ്ങളാണ് ഷോർട്സിൻ്റെ 7 ചെക്ക് പോയിന്റ്. ഇത് കൂട്ടിയാൽ പെട്ടെന്ന് വ്യൂസ് കിട്ടും, ഇനി കുറഞ്ഞാൽ പതുക്കെ വ്യൂസ് കിട്ടും. ഇനി ഞാൻ ഈ വീഡിയോ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതാണ്, അല്ലാതെ യൂട്യൂബ് ഇതാണ് എൻ്റെ അൽഗോരിതം എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് ശരിയാകാനും തെറ്റാകാനും സാധ്യതയുണ്ട്. പിന്നെ ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കാൻ എടുത്ത കഷ്ടപ്പാടിൻ്റെ 1% പോലും വേണ്ട ആ ലൈക്ക് ഒന്ന് അടിക്കാൻ. ഇഷ്ടമായെങ്കിൽ മാത്രം അടിച്ചാൽ മതി. ഇല്ലേ നിങ്ങൾക്ക് തെറി വിളിക്കാൻ കമൻറ്റ് ബോക്സ് അവിടെ കിടപ്പുണ്ട്, പോയി വിളിച്ചോ. എനിക്കെന്തോ നിങ്ങളുടെ കമൻറ്റിന് റീപ്ലൈ തന്നുകൊണ്ട് ഈ വീഡിയോയ്ക്ക് ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടാക്കിയാൽ കൊള്ളാൻ തോന്നുന്നു. അതുകൊണ്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും കമൻറ്റ് ഇട്, ഞാൻ റീപ്ലൈ തരാം. പിന്നെ ഈ ഗ്രാഫ് പോലെ തന്നെയാണ് ഈ ചെക്ക് പോയിന്റ്. ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് മനസ്സിലായില്ലെങ്കിൽ ഇവിടെ തൊട്ടോ നമുക്ക് അവിടെ കാണാം.